നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NHSലെ തന്നെ ബിസിനസ് അസിസ്റ്റൻറ്റ് എന്ന പൊസിഷനിലേക്കുള്ള ജോബിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നല്ലതാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു ഓഫീസ് ബേസ്ഡ് ജോബാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പത്തെ ജോബിൽ നിങ്ങൾക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, കുറച്ചൊരു കസ്റ്റമർ ഫേസിങ് എക്സ്പീരിയൻസ്, ഇത്തരത്തിലുള്ള പ്രീവിയസ് ജോബിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നല്ല ചാൻസസ് ഉണ്ട്, നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ട്രാക്കിൽ അല്ലെങ്കിൽ NHS അല്ലെങ്കിൽ NHSൻ്റെ അസോസിയേറ്റഡ് ട്രസ്റ്റുകളിൽ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഏറ്റവും മടിയുണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്. കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മളെ ഇനീഷ്യലി അസസ് ചെയ്യുന്നത്. ആ അസസ്മെൻറ്റിൻ്റെ പുറത്താണ് ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ചാൻസ്. സോ അത്തരം കാര്യങ്ങൾ എഴുതാനും മടിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഒരുപാട് ആളുകൾ അങ്ങനെ എഴുതാൻ മടിയുള്ള കാരണം ഈ ഒരു പർട്ടിക്കുലർ NHSൻ്റെ അസോസിയേറ്റഡ് ട്രസ്റ്റുകളിലെ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചാൽ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ഒന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഇനി ഈ അഡ്മിൻ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ബിസിനസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ ജോബിലേക്ക് NHSലോ അതിൻ്റെ അസോസിയേറ്റഡ് ട്രസ്റ്റിലോ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കാം. ഞാൻ ആക്ച്വലി ഈ പർട്ടിക്കുലർ ജോബിലേക്ക്, അതായത് ബിസിനസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഡിഫറെൻറ്റ് പാർട്ണർഷിപ്പ് ട്രസ്റ്റുകളിൽ, NHS പാർട്ണർഷിപ്പ് ട്രസ്റ്റുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ആ 2 സ്ഥലത്തുനിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരിടത്ത് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2ാമത്തെ സ്ഥലത്ത് ആണ് ഞാനിപ്പം ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട്, അതായത് ഈ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. NHSലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2-3 അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകേണ്ട 2-3 ചോദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഇത് NHSലായാലും NHSൻ്റെ അസോസിയേറ്റഡ് ട്രസ്റ്റുകളായാലും ഈ ഒരു 2-3 ചോദ്യങ്ങൾ ഈ ഒരു പാർട്ടിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് വേറൊന്നുമല്ല, ഓരോ ട്രസ്റ്റും NHS ആണെങ്കിലും അതിൻ്റെ അസോസിയേറ്റഡ് ട്രസ്റ്റ് ആണെങ്കിലും അതിന് ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും, ട്രസ്റ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. സോ അപ്പം ട്രസ്റ്റ് വാല്യൂസിനെ കുറിച്ച് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 2ാമത്തെ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചും ഡെഫിനറ്റ്ലി നമുക്കൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 3ാമത് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പ്രൈവസി, ഇൻ ടേംസ് ഓഫ് ഡാറ്റ, ആ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു 3 ചോദ്യം നമുക്ക് ഏകദേശം ഷുവറായിട്ടും ഏതൊരു ഇൻ്റർവ്യൂവിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂവിൽ ഇപ്പം പാർട്ണർഷിപ്പ് ട്രസ്റ്റിലാണെങ്കിലും നമുക്കൊരു ഇൻ്റർവ്യൂവിന് മാക്സിമം ചോദിക്കുന്നത് 10 ചോദ്യങ്ങളായിരിക്കും. ചിലയിടത്ത് അത് 7-8 ആവാം. ഓക്കെ, അപ്പോൾ ഈ 7 ആണെങ്കിലും 10 ആണെങ്കിലും അതിനകത്ത് 3 ചോദ്യങ്ങൾ ഷുവറായിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആൻസർ പറഞ്ഞാൽ മതി. അപ്പം ഉറപ്പായിട്ടും ഈ 3 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ റെഡിയുമായിരിക്കണം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിലോട്ട് കിടക്കാം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഈ ഒരു ബിസിനസ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാറുള്ളത്. 2 പാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വേറൊന്നുമല്ല, അതൊരു റിട്ടൺ ടെസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ അല്ലെങ്കിൽ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മിനിറ്റ്സ് ടേക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താ പറയുക ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്, അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 പോയതിനകത്ത് 2 രീതിയിലായിരുന്നു ഈ ഒരു ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്തത്.
ഫസ്റ്റ് ചെന്നപ്പോഴത്തേക്കിന് അവരൊരു 1.5 പേജുള്ള ഒരു ലെറ്റർ, ഒരു മെയിലിൻ്റെ കോപ്പി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പ്രിൻ്റ് എടുത്ത കോപ്പി ഞാൻ ടൈപ്പ് ചെയ്യണം. നമുക്ക് ആകെ 30 മിനിറ്റ്സ് ആണ്, 20 to 30 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് റൈറ്റ് ചെയ്യുന്ന മാത്രമല്ല, ടൈപ്പിംഗ് സ്കില്ല് മാത്രമല്ല അവർ നോക്കുന്നത്, ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കറക്റ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പം എനിക്ക് കിട്ടിയ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു. ആ മീറ്റിങ്ങിൻ്റെ അജണ്ട സെറ്റിംഗ് ആയിരുന്നു. അജണ്ട എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുക, അതിനകത്ത് കുറച്ച് ടാസ്ക് അവർ തന്നിട്ടുണ്ട്. ആ ടാസ്കിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പം മിനിറ്റ്സ് അയക്കുന്നുണ്ടെങ്കിൽ മിനിറ്റ്സ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ അറ്റൻഡീസിനും കിട്ടിയെന്ന് എൻഷുർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പായിരിക്കും എടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലായിരുന്നു എനിക്ക് ആ റിട്ടൺ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പൊസിഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ റിട്ടൺ ടെസ്റ്റിന് ഇതാണ്. ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. മേ ബി 2 or 3 ആളുകളായിരിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കുക. സോ അപ്പം ഫസ്റ്റ് അവരവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ മാക്സിമം നമ്മളെ കംഫർട്ട് ആക്കിയിട്ടാണ് ഇൻ്റർവ്യൂവിലോട്ട് കടക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയായിരുന്നു. സോ അപ്പം നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിലെ ക്വസ്റ്റ്യൻസിലോട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് അവർ ചോദിച്ചത് നമ്മുടെ എന്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളതെന്ന്. ഇത് ആക്ച്വലി നമുക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എന്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്കുള്ളതെന്നുള്ളത്. രണ്ടാമത് എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് അറ്റ് എ ടൈം 2 ടാസ്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് 2 or 3 ടാസ്കുകൾ നിങ്ങൾക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്കും കൂടെ വന്നു. സോ അപ്പോൾ നിങ്ങൾ ആ ടാസ്ക് എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്, ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിച്ചത്. അടുത്ത ചോദ്യം അവർ ചോദിച്ചത് ഒരു അഡ്മിൻ അസിസ്റ്റൻ്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചത്. പിന്നെ അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ വേഡ്, അതായത് നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് യൂസ് ചെയ്യേണ്ടി വരും ഈ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പം മൈക്രോസോഫ്റ്റ് വേഡ് നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നിങ്ങളുടെ പ്രീവിയസ് ജോബിൽ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ചോദ്യമായിരുന്നു പിന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ടീം എന്താണ്, എങ്ങനെയായിരിക്കണം നല്ലൊരു ടീം. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ടീം വർക്കിൻ്റെ എക്സാമ്പിൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് എന്താ പറയുക, ഒരു കസ്റ്റമറിൻ്റെ അതായത് ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെയല്ല, ചോദ്യം അങ്ങനെയല്ല, നമുക്കൊരു കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു, അപ്പോൾ ആ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. പിന്നെ പറയാനായിട്ടുള്ളത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമറോ പേഷ്യൻറ്റോ ആരെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, വയലൻ്റ് ആണ്, അത്തരത്തിലൊരാളെ നമ്മൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പല പല ഈവൻറ്റ്സുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് പല പല ഗുഡ്സ്, സാധനങ്ങൾ നമുക്ക് ഓഫീസിലേക്ക് വാങ്ങേണ്ടി വരും, ഓഫീസ് സ്റ്റേഷനറീസ്. അപ്പം അത്തരത്തിൽ ഓഫീസ് സ്റ്റേഷനറീസ് ഓർഡർ ചെയ്യുക, അതിൻ്റെ ഇൻവോയ്സസ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു നല്ല വെണ്ടറെ കണ്ടുപിടിക്കുക, ആ രീതിയിലുള്ള എക്സ്പീരിയൻസ്, ആ ഒരു ഓർഡറിങ് പ്രോസസ്സ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ബേസിക് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അവർ പറയുക. ഇത് ബേസിക്കലി അവർ നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഒരു PDF എല്ലാത്തിൻ്റെയും കൂടെ. അതിനകത്ത് ഒരു പേഴ്സൺ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പേഴ്സൺ സ്പെസിഫിക്കേഷനകത്ത് അവർ
ഇൻ്റർവ്യൂവിന് എന്തൊക്കെ പോയിന്റ്സ് ആണ് അസസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കൂടുതലായിട്ടും ഈ ഒരു സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. സോ നിങ്ങളും ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിന് ആ പേഴ്സൺ സ്പെസിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവുക, ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കിയിട്ട് പോവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുക. ഈ രീതിയിൽ നിങ്ങൾ ഈ NHSലെ ജോബ്സിന് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അസിസ്റ്റൻറ്റ് ഓർ അഡ്മിൻ അസിസ്റ്റൻറ്റ് ജോബിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. മോസ്റ്റ്ലി ഒരുപാട് സ്ലോട്ടുകളല്ല, ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ആണ്. കൂടുതലും മാക്സിമം എല്ലായിടത്തും ഒരു സ്ലോട്ടല്ല, ഒരു പൊസിഷനിലേക്കായിരിക്കും ഇവർ ഒരുപാട് ആളുകളെ 8, 10, 15 ആളുകളെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഡെഫിനറ്റ്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കും ഈ ഒരു ജോബ് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളും നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിന് ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. എൻ്റെ 2 ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്.